നെല്ലിക്ക പുളിക്കറി ഉണ്ടാക്കിയാലോ? എങ്ങനെയാണെന്ന് നോക്കാം. കാണിച്ചു തരാം. വായു. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുക്കണം. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ചെറുതായിട്ടൊന്ന് അരഞ്ഞു പോരുത്, ഒന്ന് പൊടിച്ചെടുക്കുക. പാനിലേക്ക് ഇടുകയാണ്. ശരി, 1 സ്പൂൺ വെള്ളം ഒഴിക്കാവുള്ളേ. അതൊഴിച്ചിട്ട് ഇത് ചെറുതീയിലൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. വെന്ത് വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ആവി കയറിക്കോട്ടെ. ഈ ജലാംശം ഒന്ന് വറ്റുകയും ചെയ്തോട്ടെ. നമുക്ക് നമ്മുടെ നെല്ലിക്ക ഒന്ന് ഇളക്കി നോക്കാം. ഇതാ ജലാംശമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കണം. 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക്, കറിവേപ്പില. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഇതാ മൂത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടി ഐറ്റംസൊക്കെ, നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത് രണ്ടും ആദ്യം നമുക്ക് ചേർക്കാവേ. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനെല്ലിക്ക വലിപ്പത്തിൽ പുളിവെള്ളം എടുത്തതാണ്, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ചെറുതീയിലായിരിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടേ നമ്മുടെ ശർക്കരപ്പാനി മധുരത്തിന് പാകത്തിന് നോക്കിയിട്ട് വേണം കേട്ടോ. ഇത് ഞാനിപ്പം 1 കപ്പ് എടുത്താണ്. 2 ചെറിയ കഷ്ണം ശർക്കര ഉരുക്കിയതാണ്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടിയും കായപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഇഞ്ചിക്കറി പോലെ ഒരു തൊടുകറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു ഹെൽത്തിയും കൂടെയാണല്ലോ. ഉപ്പ് നോക്കാം, ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ നെല്ലിക്ക പുളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു തൊടുകറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. തനി നാടനും കൂടെയാണല്ലോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ നെല്ലിക്ക പുളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ നോക്കി, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഞാൻ തമാശ പറയുന്നതല്ല, ഒന്ന് കഴിച്ചു നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ഈ വിഷു ഒക്കെ വരുമല്ലേ, അപ്പൊ ഇനി പുളിയിഞ്ചിക്ക് പകരം ഇതൊന്ന് പരീക്ഷ നോക്കി. ഒരു തൊടുകറി, ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിന് സൂപ്പർ. ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്ന് ഫോളോ ചെയ്യണേ. പുതിയൊരു ഡിഷുമായിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.